പശ്ചിമേഷ്യൻ അസ്ഥിരത പല രാജ്യങ്ങളും ഉൾപ്പെട്ട പ്രാദേശിക സംഘർഷങ്ങളായി മാറിയിരിക്കുന്നു. 2026-ലെ ഏറ്റവും വലിയ മാറ്റം ഡയറക്റ്റ് ഇസ്രായേൽ-ഇറാൻ യുദ്ധമാണ്. ഗൾഫ് രാജ്യങ്ങൾ, റഷ്യ, ചൈന, യൂറോപ്പ് എന്നിവ ഉൾപ്പെടുന്ന വിശാലമായ മത്സരത്തിന് യുഎസ് ഇടപെടൽ കാരണമായി. പ്രതിരോധവും നിയന്ത്രണവും സന്തുലിതമാക്കാൻ ശ്രമിക്കുന്നതിനാൽ യുഎസിന്റെ നിലപാട് സങ്കീർണമാണ്. ഗൾഫ് രാജ്യങ്ങൾ പ്രാദേശിക തകർച്ചയെ ഭയപ്പെടുകയും നേരിട്ടുള്ള യുഎസ്-ഇറാൻ സംഘർഷം തടയാൻ കഠിനമായി ശ്രമിക്കുകയും ചെയ്യുന്നു. വിജയത്തിലേക്കുള്ള വ്യക്തമായ പാത ഒരു കക്ഷിക്കും ഇല്ലാത്തതിനാൽ നിലവിലെ ഇറാൻ യുദ്ധം ദീർഘകാല സംഘർഷത്തിലേക്ക് പ്രവേശിക്കുന്നതായി തോന്നുന്നു. ആഗോള സമ്പദ്വ്യവസ്ഥയിൽ ശക്തമായ പ്രതികൂല സാഹചര്യങ്ങൾക്കും ദീർഘകാല സാമ്പത്തിക സൈനിക അസ്ഥിരതയ്ക്കും സാധ്യതയുണ്ട്. സംഘർഷങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇന്ത്യ അടക്കം പല രാജ്യങ്ങൾക്കും ഗുരുതരമായ പ്രതികൂല സാഹചര്യമാണിത്. ഗാസയിൽ ഇസ്രായേലിന് സൈനിക ആധിപത്യമുണ്ടെങ്കിലും സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുന്നു. കനത്ത നാശനഷ്ടങ്ങൾ നേരിട്ടിട്ടും ലെബനനിലെ ഹിസ്ബുള്ള ഇപ്പോഴും സജീവമാണ്. യമനിലെ ഹൂത്തികൾ, ഇസ്രായേൽ, പാശ്ചാത്യ രാജ്യങ്ങൾ എന്നിവയ്ക്കെതിരെ തുടരുന്ന ആക്രമണങ്ങൾ റെഡ് സീയിലെ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്നു.